ഹായ് കൂട്ടുകാരെ, 5G ടെക് ലിങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പറയുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ കാണാൻ 2 ടാങ്കുകൾ. ഇത് നമ്മൾ മുന്നേ ഒരു വീഡിയോ നിർമ്മിച്ചിരുന്നു. ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ വിവരണങ്ങളാണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക് വാഷ് സിസ്റ്റവും ഇതിലെന്തെങ്കിലും അപാകതകളുണ്ടോ അതോ ഇതിൻ്റെ ഗുണവും ദോഷവും എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ക്വാളിറ്റി, മറ്റ് കാര്യങ്ങൾ. ഇപ്പോൾ 6 മാസത്തോളം നമ്മളിത് വെച്ചിട്ട് 6 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു ടൈമിങ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റും ഇതിനകത്ത് എന്തെങ്കിലും ദോഷമോ അല്ലെ ഇത് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായ രീതിയിൽ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇതുകൊണ്ടോ കൂട്ടരെ, ഞാൻ ജസ്റ്റ് ഗ്ലാസ്സിലൊന്നെടുത്ത് കാണിച്ചു തരാം. ഉണ്ടോ, ഇതുണ്ടോ നമ്മുടെ സ്ക്വാഷ് കലക്കിയതിൻ്റെ കൂട്ട്, അതായത് ടാങ്കൊക്കെ കലക്കിയ പോലത്തെ വെള്ളമാണ് വരുന്നത്. ഈ വെള്ളമാണ് നമ്മൾ വീട്ടുകാരൊക്കെ കുടിക്കുന്നത്. അതായത് അയൺ കണ്ടൻറ്റ് കൂടിയിട്ടുള്ള വീടുകളിലെയൊക്കെ പ്രശ്നങ്ങൾ ഈ സൈസ് വെള്ളമായിരിക്കും. അത് നമുക്ക് ദോഷം ചെയ്യും. അപ്പം നമ്മൾ ക്രിസ്റ്റൽ രൂപത്തിൽ ഞാൻ ഇതാ ഇപ്പോഴും നല്ല പക്ക ക്വാളിറ്റി നമുക്ക് കിട്ടും. കാണുന്നുണ്ടാവുക, നല്ല ഒന്നാന്തരം ക്വാളിറ്റിയിലാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ഓക്കെ കൂട്ടുകാരെ, നമ്മളിന്ന് നമ്മുടെ ഫിൽറ്റർ ബാക്ക് വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്ക് വാഷ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നമ്മൾ അത്യാവശ്യം നിങ്ങൾ കാണുന്നുണ്ടാവും വെള്ളത്തിൻ്റെ കലക്കം. അപ്പം ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട്, അതായത് മോട്ടറിൽ നിന്ന് വരുന്ന ആ ഒരു ടാപ്പിൻ്റെ ഈ ഒരു ടാപ്പ് ഉണ്ടോ, നടുവിലത്തെ ഈ ടാപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഈ അടിയിലത്തെ ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം മുകളിലോട്ട് പാസ് ചെയ്യാതിരിക്കാൻ ഇതും ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിയിലോട്ടാണ് മോട്ടറിൻ്റെ പ്രഷർ വരിക. ശേഷം നമ്മളിപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം വെള്ളം നിറഞ്ഞ് കിടക്കുക. അതുകൊണ്ട് നമുക്ക് ഈ ടാപ്പ് ഓപ്പൺ ചെയ്യാം. ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം വെള്ളം ഉണ്ടോ, അടിഞ്ഞുകൂടിയ അഴുക്ക് മുഴുവനായിട്ട് പോകുന്നതാണ്. ബാക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഞാനൊരു വീഡിയോയുടെ ഭാഗമായിട്ട് വീഡിയോ നിങ്ങളെ കാണിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ബാക്ക് വാഷ് ചെയ്യുന്നത്. കാര്യം എപ്പോഴും നമ്മുടെ ഇപ്പുറത്തെ വാഷ് ചെയ്ത് വരുന്ന, അതായത് ഫിൽറ്റർ ചെയ്ത് വരുന്ന ടാങ്കിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ക്ലീനാണ് വെള്ളം. നല്ല പക്ക ക്ലീനായിട്ടാണ് ഈ വെള്ളം വരുന്നത്. ഇത് പഴയ ടാങ്കാണ്, വാട്ടർ ടാങ്കാണ്. ഇതിനകത്ത് ഓൾറെഡി ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വീട്ടിൽ ഇരിക്കുന്ന ടാങ്കാണ്. ഇതിനകത്ത് നമുക്ക് വെള്ളം കിട്ടുന്നത് ഈ രീതിയിലാണ്. ഇത് കലങ്ങി ഉണ്ടോ, ഈ രീതിയിലുള്ള കലക്കവെള്ളമാണ് നമുക്ക് വീട്ടിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്ക് വാഷ് സിസ്റ്റം 2 രീതിയിൽ ചെയ്യുക. ഇതിപ്പം ഞാൻ മോട്ടർ ഓൺ ആക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ വെള്ളം നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഈ വാൾവ് പൊങ്ങി കിടക്കുമ്പം ഒരിക്കലും മോട്ടർ സ്റ്റാർട്ടാവില്ല. അതുകൊണ്ടാണ് ബാക്ക് വാഷിൽ ഇപ്പം മോട്ടർ ഓൺ ആവാതെ ഇത് ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഇങ്ങനെ പോകുമ്പം ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം നമ്മൾ മോട്ടർ ഇടാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പൈപ്പ് കഷ്ണോ എന്തെങ്കിലും ഇതുപോലൊരു പൈപ്പ് കഷ്ണം എന്തെങ്കിലും എടുത്തിട്ട്, ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഉണ്ടോ സൈസ് ഒരു പൈപ്പ് കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് കലക്കി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ അടിഞ്ഞുകൂടി ഇവിടെയുള്ള അഴുക്ക് മോട്ടർ ഇടാതെ തന്നെ നമുക്ക് കളയാൻ പറ്റും. ഇതിപ്പോൾ ഇപ്പോഴൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 2-3 വർഷം കഴിഞ്ഞ് 2 വർഷത്തോളം നമുക്ക് സമയം കിട്ടും. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ നിങ്ങളതിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇത് ചെയ്യുന്നത്. ഇതുണ്ടോ, നമ്മൾ വരുന്ന വെള്ളം കണ്ടോ, ഫിൽറ്റർ ചെയ്യുന്നതിന് മുന്നുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ്. ഈ ഫിൽറ്റർ നിർമ്മിക്കുന്നവർ ഒരു കാര്യം കൂടെ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗുണമുണ്ടാവും. അതായത് നമ്മൾ ഈ ഫിൽറ്റർ ടാങ്ക് ഞാൻ വെച്ചേക്കുന്നുണ്ടോ വൈറ്റ് കളർ. അപ്പോൾ ഈ ടാങ്ക് നമ്മുടെ ബ്ലാക്ക് ടാങ്കും ഒരേ ലെവലിലായിരിക്കുന്നത്. ഇതിപ്പം നമ്മളുടെ അടുത്ത് ആ ഒരു സെറ്റപ്പ് ആയിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്, അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ഈ വൈറ്റ് ടാങ്ക്, ഫിൽറ്ററിൻ്റെ ടാങ്ക് അല്പം പൊക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടാവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ വെള്ളം ഇതിലേക്ക് വരും, ഈ ടാങ്കിനുള്ളിലേക്ക് വീഴും. ഏത് ഫിൽറ്റർ ടാങ്കിലേക്കുള്ളിൽ വീണിട്ട് ഇങ്ങോട്ട് പാസ്സാവുമല്ലോ, അതിൻ്റെ വേഗത കുറച്ചുകൂടെ വർദ്ധിക്കും. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, എന്നാൽ തന്നെയും ഫാസ്റ്റായിട്ട് തന്നെ വെള്ളം വരുന്നുണ്ട്, എന്നാൽ തന്നെയും കുറച്ചുകൂടെ സ്പീഡ് കൂടും. അതായിരിക്കും ഗുണമുണ്ടാവുക. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം 6 മാസം ആവാറായി, 6 മാസം മേളിലായി. ഇതുവരെ ബാക്ക് വാഷോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല.
ഞാനിപ്പോൾ നിങ്ങളെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കാണിച്ചു തന്നു. ഇപ്പോഴും വെള്ളം നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അഴുക്കുവെള്ളം ഞാൻ ജസ്റ്റ് കലക്കി കളയാണ്, മോട്ടർ ഇട്ടിട്ടില്ല. മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഫിൽറ്ററിന് അടിയിൽ വരെ എത്രത്തോളം അഴുക്കുണ്ടോ അതെല്ലാം കലങ്ങി മുകളിലോട്ട് വന്നിട്ട് കളയും. നമ്മൾ ഈ വേറെ സംശയമുണ്ട്, ഇതിൽ നമ്മൾ ചെയ്തേക്കുന്ന കണ്ടൻറ്റുകൾ മിക്സ് ആവുമെന്ന്. ഈ മോട്ടർ ഇട്ട് പ്രഷർ അടിയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വരില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലെയറിലും നമ്മൾ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ നെറ്റ് യൂസ് ചെയ്തത് മാത്രമല്ല, ഈ മോട്ടർ അടിയിൽ നിന്ന് പ്രഷർ വരിക എന്ന് പറയുമ്പം വളരെ സ്ലോ പ്രഷറാണ് വരുന്നത്, അല്ലാതെ ഒരു ഹൈ പ്രഷറിലല്ല വെള്ളം മുകളിലോട്ട് ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ അഴുക്ക് മാത്രം അടിഞ്ഞുകൂടിയ അഴുക്കാണ് കൂടുതലും പൊങ്ങി വരിക. അതുപോലെ നമ്മൾ വീഡിയോയിൽ പറയാൻ മറന്നുപോയ ഒരു സംഭവമുണ്ട്, അതുകൂടെ ഒന്ന് ഇതിനകത്ത് പറഞ്ഞേക്കാം. അതായത് നമ്മൾ ഈ ഒരു ടാപ്പുണ്ട് അടിയിലത്തെ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് വാഷ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സെൻറ്ററിലെ ടാപ്പ് തുറന്നാലാണ് നമ്മുടെ മെയിൻ ടാങ്കിലോട്ട് വെള്ളം വരിക. അപ്പോൾ ആ വെള്ളം വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മളെന്ത് ചെയ്യുക, ഈ കാണുന്ന പൈപ്പ് തുറന്ന് ആദ്യം ഒന്ന് ഫ്രഷ് ചെയ്യുക. വെള്ളം ആദ്യം വീഴുന്ന വെള്ളം, ടാങ്കിൽ വീഴുന്ന വെള്ളം ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് പുറത്തേക്ക് കളയുക. അതായത് യാതൊരുവിധ കാരണവശാലും അഴുക്കുകൾ ഉണ്ടാവാത്ത രീതിയിൽ. അപ്പം അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ടാങ്കിലോട്ട് ഒരു കാരണവശാലും അഴുക്ക് വെള്ളം ഒന്നും വരില്ല. അതൊരു ഫസ്റ്റ് ലെയർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മുടെ ഈ സെൻറ്ററിലെ ടാപ്പ്, ഈ കാണുന്ന ടാപ്പ്, സെൻറ്ററിലെ ടാപ്പ് നമ്മൾ തുറന്നു കൊടുക്കാൻ. ഓക്കെ, അതിനാണ് ഈ ഒരു ടാപ്പ് നമ്മൾ വെച്ചത്. ഇനി നിങ്ങൾക്ക് മോട്ടർ ഇട്ട് തന്നെ ബാക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മുടെ മെയിൻ ടാങ്ക് ഇപ്പം നിറഞ്ഞു കിടക്കുകയാണ്, കാണുമല്ലോ. ഇത് ഫുൾ ടാങ്ക് വെള്ളം. അപ്പം ഈ ടാങ്കിൻ്റെ ഈ ടാപ്പ് ഉണ്ടല്ലോ, നമ്മൾ പുറത്തേക്ക് ഔട്ട് കൊടുത്തപ്പോൾ കൊണ്ടുവരണം. അത് കുറച്ച് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കുറയും. ആ സമയത്ത് മോട്ടർ ഓട്ടോമാറ്റിക് സിസ്റ്റം കൊടുത്തോണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ഞാൻ കൊടുത്തോണ്ടാണ്. മോട്ടർ ടാങ്ക്, അതായത് വാട്ടർ ടാങ്ക് നിറയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന സിസ്റ്റം ചെയ്തുകൊണ്ടാണ് അതിൻ്റെ വയറിങ് കാര്യങ്ങളൊന്നും അഴിച്ച് കാണിക്കേണ്ടാതെ ഞാൻ ഈ രീതിയിൽ പറഞ്ഞിരുന്നത്. അതായത് ഈ ഒരു ടാപ്പ് കുറച്ച് നേരം തുറന്നിട്ട് കഴിഞ്ഞാൽ വെള്ളം കുറയും. അപ്പം നമ്മുടെ ഈ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഈ സാധനം വർക്കാവും, മോട്ടർ സ്റ്റാർട്ടാവും, അങ്ങനെ ബാക്ക് വാഷിലേക്ക് പോകും. അപ്പോൾ ആ രീതിയല്ല ഇത് കാണിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് കലക്കിയ വെള്ളം ഫസ്റ്റ് ഒന്ന് തുറന്നു വിട്ട് കാണിക്കുക. ഇതുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ വെള്ളം തുറന്നു വിട്ടാൽ അതിൻ്റെ കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു. 6 മാസത്തോളം കിട്ടിക്കിടന്നതാണിത്. പക്ഷെ എന്നാൽ തന്നെ നമുക്ക് ഫിൽറ്ററിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഫിൽറ്റർ നല്ല പക്ക ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്. ഓക്കെ കൂട്ടുകാരെ, ഇപ്പം നേരത്തെ നമ്മൾ വാട്ടർ ടാങ്ക് മോട്ടർ ഓൺ ചെയ്തിട്ട് വെള്ളം വീഴുന്ന വീഡിയോ ഞാൻ കാണിച്ചു തന്നില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം. ഇതിപ്പം ഞാൻ മോട്ടർ ഓൺ ചെയ്ത് കണ്ടോ, നമ്മുടെ ടാങ്കിലേക്ക്, അതായത് ഫിൽറ്റർ ടാങ്കിലേക്ക് വെള്ളം വീഴുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഇച്ചിരി വെയിൽ കൂടുതലാണ്, അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഈ ഫിൽറ്റർ സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ ബാക്ക് വാഷ് മോട്ടർ ഓൺ ചെയ്തിട്ട് ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് സെൻറ്ററിലുള്ള ഈ ടാപ്പ് തുറക്കുക. ഓക്കെ, അതിനുശേഷം ഈ മുകളിലോട്ട് പാസ് ചെയ്യുന്നത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഈ അടിയിലത്തെ ടാപ്പും ക്ലോസ് ചെയ്ത് വെക്കുക. ഇപ്പം പ്രഷർ അടിയിൽ നിന്ന് മുകളിലോട്ട് ഉയർന്നു തുടങ്ങി. അതായത് നമ്മുടെ വെള്ളം നേരെ ഫിൽറ്ററിൻ്റെ അടിയിലൂടെയാണ് ഇപ്പോൾ പാസ് ചെയ്ത് വരുന്നത്. അത് വരുന്ന സമയത്ത് നമ്മുടെ ഈ ടാപ്പ് തുറന്നിട്ടേക്കാം. അപ്പം എത്രത്തോളം കലങ്ങിയ വെള്ളം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിൽറ്ററിൻ്റെ അടിയിൽ എത്രത്തോളം കലങ്ങി കിടക്കുന്ന ഈ ഫിൽറ്ററിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മുഴുവൻ അഴുക്കും ഇതുവഴി കടന്ന് മുകളിലേക്ക് വരും. കണ്ടോ, ഓവർ പ്രഷറും കാര്യങ്ങളും ഒന്നും കാണിക്കത്തില്ല, നോർമൽ രീതിയെ കാണാം. ഇതുകൊണ്ടോ കൂട്ടരെ, ഞാൻ ജസ്റ്റ് ഗ്ലാസ്സിലൊന്നെടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതുണ്ടോ നമ്മുടെ സ്ക്വാഷ് കലക്കിയതിൻ്റെ കൂട്ടം, അതായത് ടാങ്കൊക്കെ കലക്കിയ പോലത്തെ വെള്ളമാണ് വരുന്നത്. ഈ വെള്ളമാണ് നമ്മൾ വീട്ടുകാരൊക്കെ കുടിക്കുന്നത്. അതായത് അയൺ കണ്ടൻറ്റ് കൂടിയിട്ടുള്ള വീടുകളിലൊക്കെ പ്രശ്നങ്ങൾ ഈ സൈസ് വെള്ളമായിരിക്കും, അത് നമുക്ക് ദോഷം ചെയ്യും. അപ്പം നമ്മൾ ക്രിസ്റ്റൽ രൂപത്തിൽ ഞാൻ വേണ്ട ഇപ്പോഴും നല്ല പക്ക ക്വാളിറ്റി നമുക്ക് കിട്ടും. കാണുന്നുണ്ടാവുക, നല്ല ഒന്നാം തരം ക്വാളിറ്റിയിലാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഇനി മോട്ടർ ഇട്ടാലുള്ള ഒരു സംവിധാനം. നേരത്തെ പലരും എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ മോട്ടർ അടിയിലൂടെ പാസ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിനകത്ത് അടങ്ങിയേക്കുന്ന കണ്ടൻറ്റുകളെല്ലാം കൂടെ മിക്സായിട്ട് പോകുന്നൊക്കെ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിനകത്ത് ഇല്ലെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഓക്കെ കൂട്ടുകാരെ, അതുപോലെ തന്നെ നമ്മൾ ആദ്യം പഴയ ടാങ്കിലേക്ക് മോട്ടറിൽ നിന്ന് വന്ന് പൈപ്പ് വഴി വെള്ളം വീഴുന്നൊരു സംവിധാനമായിരുന്നു ഇത്. ഓക്കെ, ഇതിപ്പോൾ കിണറ്റിൽ നിന്ന് വന്ന് വെള്ളം വീഴുന്ന സംവിധാനമായിരുന്നു. ഇവിടെ ഞാനൊരു ടാപ്പ് കണക്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ഓഫ് ചെയ്തിട്ടേക്കാണ്. ഈ ടാപ്പ് എന്തിനാണ് നമ്മളിത് കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഫിൽറ്ററൊക്കെ കംപ്ലൈൻ്റ് ആയി
അല്ലെങ്കിൽ ഡാമേജ് വന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലെ കുടിവെള്ളം മുട്ടത്തില്ല. ഈ ഒരു ടാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കാം. ഈ ഒരു വെള്ളം നിറയ്ക്കാം. നമ്മൾ ഈ ഒരു ടാപ്പ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്കുള്ള. അതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രശ്നം അവിടെ, അതായത് നമ്മുടെ ഫിൽറ്റർ ടാങ്കിലേക്ക് വരുന്ന പ്രോബ്ലംസ് പരിഹരിക്കാൻ പറ്റും. മുകളിലേക്ക് ഇങ്ങോട്ട് വരുന്ന ലൈൻ ക്ലോസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നേരെ അവിടേക്ക് ഈ പഴയ ടാങ്കിലേക്ക് തന്നെ വെള്ളം വീഴ്ത്തുക. അതാണ് സംവിധാനം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൂട്ടുകാരെ, ഏകദേശം നമ്മുടെ ഫിൽറ്റർ ടാങ്ക് നിങ്ങൾക്ക് അകം കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ഏകദേശം ഫിനിഷായിട്ടുണ്ട് നമ്മുടെ, അതായത് ഈ ഒരു ബാക്ക് വാഷ് ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഇതിനകം ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മോട്ടർ ഓൺ ചെയ്തിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇപ്പോൾ ഈ ടാങ്കിനകത്ത് ഒരു തുള്ളി പോലും വെള്ളമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ടാപ്പ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം നമ്മൾ സെൻറ്ററിൽ നമ്മുടെ മെയിൻ ടാങ്കിലേക്ക് പോകുന്ന ലൈൻ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ ഇപ്പം ഈ മുകളിലുള്ള ടാപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പം വേണ്ട, വെള്ളമൊന്നുമില്ല. ഇതും ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ അടിയിലത്തെ ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് ഇതിൽ ഫിൽറ്റർ ടാങ്കിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടോ എന്ന്. നിലവിൽ വെള്ളമൊന്നുമില്ല, ചെറിയ വെള്ളം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, കണ്ടോ. അപ്പോൾ നമുക്കിനി നേരെ ഫിൽറ്റർ ചെയ്യുന്നൊരു സംവിധാനം എങ്ങനെയാണെന്ന് കാണാം. മോട്ടർ ഇട്ട പാടെ തന്നെ ഫിൽറ്റർ ആവുന്ന, അത് കഴിഞ്ഞതിന് ശേഷം ഫിനിഷ് ചെയ്യുന്നൊരു ഇതൂടെ കാണിച്ചു തരാം. ഞാൻ മോട്ടർ ഓൺ ചെയ്ത്, കണ്ടോ. മോട്ടർ ഓൺ ചെയ്ത് നമ്മുടെ ഫിൽറ്റർ ടാങ്കിലേക്ക് വെള്ളം വീണ് തുടങ്ങി. കാണാതിരിക്കാം ക്ലീനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ടാങ്കിലേക്ക് വെള്ളം വീണ് തുടങ്ങി. ഇപ്പോൾ നേരെ ഫിൽറ്റർ ചെയ്ത് അടിയിലേക്ക് വെള്ളം വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ടാപ്പ് ഒന്ന് തുറന്ന് നോക്കാം. വേണ്ട, ഏകദേശം ചെറിയൊരു കലക്കമുള്ളതായിരിക്കും ആദ്യം വരിക. കണ്ടോ, കാണാം ചെറിയ ക്ലാരിറ്റി കുറവായിരിക്കും. ഈ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റോ നേരം ഈ വെള്ളം ഒന്ന് തുറന്ന് വിടുക. തുറന്ന് വിട്ടതിന് ശേഷം നമുക്ക് പക്ക ക്വാളിറ്റി തന്നെ വെള്ളം പിന്നെ ഫിൽറ്ററായി അങ്ങോട്ട് വന്നോളും. കൂട്ടുകാരെ, നിങ്ങൾ കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല ക്രിസ്റ്റൽ രൂപത്തിലായിട്ടുണ്ട് വെള്ളം. അതായത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളം നല്ല പക്ക ക്വാളിറ്റിയിലായിട്ടുണ്ട്. കണ്ടോ, ഏകദേശം ക്ലിയറായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ. ഓക്കെ, കാണാമെന്ന് കരുതുന്നു. ഇച്ചിരി വെയിൽ പ്രശ്നമുണ്ട് ഇവിടെ. ഓക്കെ, അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടാപ്പ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടാപ്പ് ക്ലോസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം നമ്മുടെ മെയിൻ ടാങ്കിലേക്ക്. അപ്പം നമ്മൾ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, എല്ലാം പെർഫെക്റ്റായിട്ട് നമ്മൾ സംഭവം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായ വീഡിയോയിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പ്രവർത്തനം, ഇതിൻ്റെ ബാക്ക് വാഷും ഒക്കെ നമ്മൾ പറഞ്ഞത്. അപ്പം മുന്നത്തെ വീഡിയോ നിലവിൽ ഇത് നിർമ്മിച്ച സമയത്തുള്ളൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയുടെ. അത് കണ്ടിട്ട് ഇതെങ്ങനെ നിർമ്മിക്കുക, ഇതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് വിശദമായ രീതിയിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.